പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് ജോസഫ് എന്നാണ്. ചേർത്തലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് 2 വർഷം മുൻപ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഈ വഴിയിലൂടെ എപ്പോഴും കടന്നു പോകുമായിരുന്നു. ഞാൻ ചേർത്തലയിലെ സ്മൈൽ ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു ഡെൻ്റൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. അതായത് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ പല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മുടെ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ കുറച്ച് മുമ്പിലോട്ടുള്ള ഡോക്ടർ സിനോജിൻ്റെ സ്മൈൽ കെയർ എന്ന് പറയുന്ന ഒരു ദന്തൽ സ്ഥാപനമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ റൂട്ടെന്ന് പറയുന്നത് ചേർത്തലയിൽ നിന്ന് ഹരിപ്പാട് വരെയുള്ള വഴികളിലൂടെ കടന്നു പോകണം. ഏതാണ്ട് 10-25 ഡോക്ടർമാരുടെ ക്ലിനിക്കിലൂടെ എല്ലാ ദിവസവും കടന്നു പോകണം. ഞാൻ ഉച്ചയ്ക്ക് 10-11-12 മണിയാകുമ്പോഴാണ് പുറപ്പെടുന്നത്. അതായത് എൻ്റെ സ്ഥാപനത്തിൽ എന്നെ വിളിച്ചോട് പറയും, ആ റൂട്ടിലേക്കുള്ള എല്ലാ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്, വേഗം വരാൻ പറയുമ്പോൾ. വീടിനടുത്ത് തന്നെയാണ് യൂണിറ്റ്. ചേർത്തല 11-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും. അങ്ങനെ ഒരു ദിവസം പുറപ്പെടുന്നു. ഞാനിവിടെ ഈ റൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഡോക്ടർ സിനോജിൻ്റെ ക്ലിനിക്കിൽ മിക്കവാറും കയറേണ്ടി വരും. എല്ലാ ദിവസവും അവിടെ വർക്കുണ്ടാവും. പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കയറും. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പോകുന്നു, തിരിച്ചു വരുമ്പോഴെല്ലാം AMS അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാറ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ 16 വർഷം അവിടുത്തെ ജീവരക്ഷാ മാസികയുടെ എഡിറ്റോറിയൽ സെക്ഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അന്ന് അവിടെ IMS ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പ്രശാന്ത് അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ തപസ് ധ്യാനം നടത്തുകയുണ്ടായി. അപ്പോൾ ഞാനൊന്ന് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പണിയച്ഛൻ എന്നെ, ഞങ്ങളെ കുറച്ച് പേരെ അവിടെ ധ്യാനം നടക്കുമ്പോൾ കുറച്ച് പേര് ഫ്രീ ആവണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ ഇവിടെ തപസ് ധ്യാനം കൂടാനായിട്ട് വിടുക. ഞാനിവിടെ തപസ് ധ്യാനം കൂടിയ ഒരു അനുഭവം അതിന് മുമ്പുണ്ടായ കാര്യം ഞാൻ പറയാം. അതിനുശേഷം പ്രശാന്ത് അച്ഛൻ്റെ ടീം അവിടെ വന്ന് തപസ് ധ്യാനം നടത്തിയ സമയത്ത് അച്ഛനെയും ടീമുകളെയൊക്കെ സഹായിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഞാൻ അന്ന് ഫ്രീ ആയിട്ട് സഹായിക്കാനായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനിങ്ങോട്ട് ഈ ചേർത്തലയ്ക്ക് അടുത്തുള്ള, എൻ്റെ വീടിനടുത്തുള്ള ഈ സ്ഥലത്തേക്ക് ജോലിക്ക് വരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഈ സമയത്ത് ഇവിടെ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം പോകുമ്പോഴാണ് ഒരു ഉച്ചയ്ക്ക് 12:30 ചേർത്തല തിരുവിഴ കവല എന്ന് പറയും, അവിടെ വെച്ച് ഞാൻ പോകുന്ന ബൈക്കിലേക്ക് വേറൊരു ദോസ്ത് വണ്ടി സിഗ്നൽ കാണിക്കാതെ, ഇൻഡിക്കേറ്റർ ഇല്ലാതെ അവിടെ പടിഞ്ഞാറ് സൈഡിൽ വന്ന് നിർത്തിയ വണ്ടി പെട്ടെന്ന് കിഴക്കേ സൈഡിലോട്ട് എടുത്തു. ഞാൻ കിഴക്കേ സൈഡിൽ പോകുന്ന എൻ്റെ വണ്ടിയുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് തട്ടി. ആരോ എടുത്ത് റോഡിലേക്ക് ഇട്ടതുപോലെ ഞാൻ കാല് നീട്ടിയിരിക്കുന്നതാണ് കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടത് കാലിൻ്റെ മുട്ട് പൊട്ടി തുറന്ന് ചിരട്ട 2-3 കഷ്ണമായിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. എൻ്റെ പ്രത്യേകിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് പ്രാർത്ഥനയുടെ സംരക്ഷിച്ചിട്ടാണ്, പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞല്ലോ, യാത്രയിലൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എന്നെ എടുത്തിരുത്തിയ പോലെ ഇരുത്തുകയാണ്. പക്ഷെ എൻ്റെ ശരീരത്തിന് മറ്റു ഭാഗങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഇടത് കാല് നിശ്ചലമായിപ്പോയി, അനങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ആൾക്കാർ ഓടിക്കൂടി എൻ്റെ വണ്ടിയിലെടുത്ത് ഒരു ടർപ്പായിൽ കൊണ്ടുവന്ന് അവിടെ കിടത്തി തൊട്ടടുത്തുള്ള KVM ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സംഗതി അല്പം സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായി ഞാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം, 5 ലക്ഷം 6 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഓപ്പറേഷൻ. ഇവിടെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കൊണ്ടുപോയി. അവിടെ എനിക്ക് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്, ഞാൻ ഓർക്കുന്നത് 2 വർഷം മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, അത് ഇൻഫെക്ഷനായി വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ 1 മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. പിന്നെ 3 മാസം റെസ്റ്റാണ്. അപ്പോൾ ഓരോ മാസം പോയി ഡോക്ടറെ കാണും, തിരിച്ചു വരും, അങ്ങനെ ഓക്കെ. 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഫിസിയോതെറാപ്പി ചെയ്തോളാം. ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തലയ്ക്ക് അടുത്തുള്ള ഗ്രീൻ ഗാർഡൻസ് മതിലക ആശുപത്രിയിൽ ചെന്നു. അതിഭയങ്കരമായ വേദന എനിക്ക് അനുഭവപ്പെട്ടു. 1 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയൊരു 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയോളം നോർമലായിട്ടുള്ള ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. എന്നിട്ടും കാല് മടങ്ങി വരുന്നില്ല. അപ്പോൾ അവരെന്നെ ഒരു മെഷീനിൽ കയറ്റി കാല് മടക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഭയങ്കരമാണ്, അതിഭയങ്കരമായ വേദന. അപ്പോൾ എനിക്ക് തോന്നി, ഇനി ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്താൽ ശരിയാകത്തില്ല, കാലപ്പോൾ ഒടിഞ്ഞു പോകും. കാരണം 2ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, കാല് മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം പല സാധനങ്ങളും ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇൻഫെക്ഷൻ ആണ്, നമുക്കറിയാം. ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ പോർഷൻ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, അത് കട്ട് ചെയ്ത് കളയണം. അപ്പം അങ്ങനെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഈ ബലം പിടിച്ചുള്ള മടക്കലിന് എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഉടനെ തന്നെ അടുത്ത നിമിഷം എനിക്ക് 1-2 പരിചയക്കാരൻ എന്നോട് പറഞ്ഞു, നമ്മുടെ തൃപ്പൂണിത്തുറയിൽ ആയുർവേദ കോളേജിൽ ചെന്നാൽ അവിടെ കുറേ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ഈ മെഷീനിൽ കയറ്റി മടക്കേൻ്റെ 2-ാം ദിവസം
ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, എനിക്ക് അവിടെ കിട്ടി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ IMSലേക്ക് വിളിച്ചു പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി തൃപ്പൂണിത്തുറ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ ഞാൻ 3 മാസത്തോളം കിടന്നു. കാരണം വാർഡിൽ കിടക്കുന്നത് കൊണ്ട്